അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ ട്രാഫിക് കുറഞ്ഞ വെബ്സൈറ്റുകളിൽ ഗൂഗിൾ ആഡ്സെൻസിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന പബ്ലിഷർ നെറ്റ്വർക്കുകൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ പകരക്കാരന്മാരെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ 10 മുതൽ മുകളിലേക്ക് വരാം. അതിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് റിച്ച് ആഡ്സ് എന്നാണ്. റിച്ച് ആഡ്സ് എന്നാണ് ആ നെറ്റ്വർക്കിൻ്റെ പേര്. റിച്ച് ആഡ്സ്, റിച്ച് ആഡല്ല, റിച്ച് ആഡ്സ്. റിച്ച് ആഡ്സ് പറഞ്ഞ ഇതാണ് വെബ്സൈറ്റ് വരുന്നത്. ഇതിനകത്ത് നമുക്ക്, അതായത് ട്രാഫിക് കുറഞ്ഞ വെബ്സൈറ്റുകൾ നമുക്ക് ഇതിനകത്ത് മോണിറ്റൈസേഷൻ ചെയ്യാം. നിങ്ങളുടെ ടെലഗ്രാം ചാനൽ അതുപോലുള്ള കാര്യങ്ങളോട് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പോപ്പ് അണ്ടർ, പുഷപ്പ്, നേറ്റീവ് ആഡ്സ്, ഡയറക്റ്റ് ലിങ്ക്, ഇൻ പേജ് അതുപോലുള്ള ആഡുകളാണ് റിച്ച് ആഡ്സിൽ മെയിനായിട്ട് വരുന്നത്. ഇനി റിച്ച് ആഡ്സിൻ്റെ പേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം പേ ഔട്ട് വരുന്നത് CPM വരുന്നത് $0.50 മുതൽ $1 വരെയാണ് വരുന്നത്. പിന്നെ മിനിമം പേ ഔട്ട് $10 വരുന്നത്. ഇപ്പോൾ $0.50 പറയുന്നത് 1000 വ്യൂസിനാണ്. ഇപ്പോൾ ഇതിനകത്ത് പോപ്പ് അണ്ടർ അങ്ങനെ ഓരോ ഇതും കാണിക്കുന്നുണ്ടെങ്കിലും നോർമലി വരുന്ന 1000 വ്യൂസിന് മാക്സിമം $1 വരെയാണ് റിച്ച് ആഡ്സ് നൽകുന്നത്. അപ്പോൾ അത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്, നിങ്ങൾ നോക്കുക. പിന്നെ വരുന്നത് നമ്മൾ തന്നെ റിച്ച് ആഡ്സ് അല്ല, ആഡ് ക്യാഷ് പറഞ്ഞിട്ട് നെറ്റ്വർക്കാണ്. രണ്ടാമത്തത് ആഡ് ക്യാഷ്, രണ്ടാമത്തല്ല മൂന്നാമത്തെ താഴോട്ടാണ് വരുന്നത്. പിന്നെ ആഡ് ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റ്വർക്കാണ്. ഇതും മോണിറ്റൈസേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ ട്രാഫിക് കുറഞ്ഞ വെബ്സൈറ്റുകൾ ചെയ്യാം, മോശമില്ലാത്ത രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് എന്തായാലും കിട്ടും. ഇനി ഇതിൻ്റെ ആഡ് ക്യാഷിന് കൊടുത്തു നോക്കണം. ആഡ് ക്യാഷിൻ്റെ യൂസ്, ഇതിൽ പേ ഔട്ട് ഓപ്ഷൻ വരുന്നത്, അതായത് മിനിമം $5 മിനിമം പേ ഔട്ട് വരുന്നത്. ഇതിനകത്ത് നമുക്കിപ്പോൾ മിനിമം പേ ഔട്ട് ഇത്ര എന്ന രീതിയിൽ കൊടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലായ രീതിയിൽ പറയുന്നത് $1 മുതൽ $1.50 $1.50 വരെയാണ് 1000 വ്യൂസിന് ആഡ് ക്യാഷ് കൊടുക്കുന്നത്. പിന്നെ മൂന്നാമത്തത് എല്ലാവർക്കും സർവ്വസാധാരണയായിട്ട് അറിയാവുന്ന ആമസോൺ അസോസിയേറ്റ് ആണ്. ആമസോൺ അസോസിയേറ്റ് ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആമസോൺ അസോസിയേറ്റും പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്തിട്ട് അതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റുകൾ പരസ്യം നിങ്ങളുടെ സൈറ്റിൽ കൊടുത്ത ആൾക്കാർ കാണാൻ സാധ്യത ഉണ്ടെങ്കിൽ മാത്രം ആമസോൺ അസോസിയേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ലിങ്കുകൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തുക. പിന്നെ വരുന്നത് ഈസിയോക്ക് EZOIC വരുന്നൊരു വെബ്സൈറ്റാണ്. EZOIC ഇതാണ് ECOC വരുന്ന വെബ്സൈറ്റ് വരുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ ആപ്പ് അല്ലെങ്കിൽ ഗെയിം പോലെയുള്ള നമ്മുടെ മൊബൈൽ ആപ്പ് അടക്കം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ടെലഗ്രാം ചാനൽ നമുക്കിതിൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സിമ്പിളാണ്. പിന്നെ അതായത് മെയിൻലി ഒരുപാട് കമ്പനികളായിട്ട് ഇൻ്റർഗ്രേറ്റഡ് ആയിട്ട് അവരുടെ പരസ്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ചെയ്യുന്നത്. ECOക്കിൻ്റെ പേയ്മെൻറ്റ് രീതി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ECOക്കിന് വരുന്നത് നമ്മൾ ഗൂഗിളിൽ അടിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് കാണിക്കുന്നില്ല. ഇതിന് വരുന്നത് $2 മുതൽ $3.50 വരെയാണ് 1000 വ്യൂസിന് കൊടുക്കുന്നത്. $2 മുതൽ $3.50 വരെ 1000 വ്യൂസിന് ഇവർ പേ ഔട്ട് നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ വരുന്നത് ഇൻഫോ ലിങ്ക് പറഞ്ഞിട്ടൊരു പബ്ലിഷർ നെറ്റ്വർക്കാണ്. ഇൻഫോ links.com എന്നാണ് ഇത് വരുന്നത്. ഇതും ഇതേപോലെ പബ്ലിഷർ നെറ്റ്വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇൻഫോ ലിങ്കിന് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. പിന്നെ നമുക്ക് അതിൽ മിനിമം പേ ഔട്ട്, നമുക്ക് വെബ് മണി അല്ലെങ്കിൽ അതുപോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അവർ തന്നെ, പക്ഷേ എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ് പേപ്പാൽ. നിങ്ങൾ സ്വാഭാവികമായിട്ടും പിന്നെ എന്താ പറയുക, വെബ്സൈറ്റ് കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ പേപ്പാലിൽ എന്തായാലും ഒരു അക്കൗണ്ട് എടുത്തിട്ട് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലത്. ഇൻഫോ ലിങ്ക് 1000 വ്യൂസ് പോയിൻ്റ് പേയ്മെൻറ്റ് തന്നെ അടിക്കാം. ഇൻഫോ ലിങ്കിൻ്റെത് $0.50 മുതൽ $3 വരെയാണ് 1000 പേജ് വ്യൂ എന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് ഇംപ്രഷൻ ആണ്. പേജ് വ്യൂ എന്ന് പറയുന്നത് ഇംപ്രഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. ഇൻഫോ ലിങ്കിൻ്റെ 1000 ഇംപ്രഷൻ വരെ വരുന്നത് $0.50 ഫിൽസ് മുതൽ $3 വരെയാണ്. അപ്പോൾ ഇൻഫോ ലിങ്ക് അതിൽ പെടുന്നതാണ്. പിന്നെ വരുന്നത് സ്കിം ലിങ്ക്സ് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. സ്കിം ലിങ്ക്സ്, SKIMLINKS.
സ്കിം ലിങ്ക്സ് ഇത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ എന്താ പറയുക മാഗസീൻ ടൈപ്പ് വെബ്സൈറ്റൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പറ്റിയ സാധനമാണ്. പിന്നെ പേയ്മെൻറ്റും ഇവരെ ഒരുപാട് പേയ്മെൻറ്റ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ വെബ്സൈറ്റ് നോക്കിയിട്ട് ഇതാക്കുക. ഇനി ഇതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് നോക്കാമല്ലോ. സ്കിം ലിങ്ക്സിൻ്റെ സ്കിമ്മിങ്ങിലെ പേയ്മെൻറ്റ് എത്രയാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടില്ല. 48,500 മെർച്ചൻ്റൊക്കെ ഉപയോഗിക്കുന്ന ആ രീതിയിലൊക്കെയാണ് പറയുന്നത്. $2 മുതൽ $15 വരെയാണ് 1000 വ്യൂസിന് ഇവർ കൊടുക്കുന്നത്. പക്ഷേ അത് CPM RPO അതിനൊക്കെ ബേസ് ചെയ്ത് വിചാരിക്കണം. എന്നാലും നമുക്ക് മിനിമം എന്ത് വന്നാലും മിനിമം $2 ഒരു 1000 വ്യൂസിന് പറയുന്നുണ്ട്. അപ്പോൾ മിനിമം $2 നമുക്ക് എന്തായാലും കിട്ടും. മറ്റെല്ലാത്തിനെയും കാട്ടി കൂടുതൽ കൊടുക്കുന്നൊരു സൈറ്റാണ്. പക്ഷെ കുറച്ചൊരു എന്താ പറയുക ഒരുപാട് ആളുകൾ ഒരുമിച്ച് വരുന്ന രീതിയിലുള്ളൊരു ഓപ്ഷനാണ് സ്കിം ലിങ്ക്സിൽ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വെബ്സൈറ്റിൽ കയറുന്ന ആൾക്കാർക്കും അതൊരു ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ വരുന്ന ആൾക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള വെബ്സൈറ്റുകളാണെങ്കിൽ നമുക്കത് നോക്കാം. ഇനി ഞാൻ പറയുന്നത് ടോപ്പ് 5 വെബ്സൈറ്റിലാണ് മെയിനായിട്ട് പറയുന്നത്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് മീഡിയ വൈൻ, എല്ലാവർക്കും അറിയാവുന്നൊരു വെബ്സൈറ്റാണ് മീഡിയ വൈൻ. മീഡിയ വൈനൊക്കെ മുന്നേ എന്താ പറയുക ഇത്ര പിന്നെ വ്യൂസിലുള്ള വെബ്സൈറ്റുകൾ മാത്രമേ പബ്ലിഷർ നെറ്റ്വർക്കിൽ ആഡ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. പബ്ലിഷർ നെറ്റ്വർക്ക് ആർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും കിട്ടാവുന്നതാണ്. അപ്പോൾ ഇതാണ് mediavine.com എന്നാണ് വരുന്നത്. നിങ്ങൾ എടുത്തിട്ട് ഇത് നോക്കുക. ഇനി മീഡിയ വൈൻ്റെ വ്യൂസ് നമുക്ക് എത്ര നോക്കാം. പേയ്മെൻറ്റ് മീഡിയ വൈൻ്റെ വരുന്നത് $15 മുതൽ $30 വരെയാണ്. അപ്പോൾ അത് USA പോലുള്ള ട്രാഫിക്കുകളിലാണ് ഈ 15 to 30 എന്ന് പറയുന്നത്. ഇന്ത്യൻ ട്രാഫിക്കുകളിൽ നോർമലി $5 to $9 ഇന്ത്യൻ ട്രാഫിക്കുകൾ അവർ കൊടുക്കുന്നത്. മീഡിയ വൈൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് 5 to 9 ഇന്ത്യൻ ട്രാഫിക്കിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. ഇത് മീഡിയ വൈൻ നല്ലൊരു ഓപ്ഷനാണ്. ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക. മീഡിയ വൈൻ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് ഓഡിയൻസ് കൂടുതലായിട്ട് വരുന്ന വെബ്സൈറ്റാണ് നിങ്ങളിതെന്നുണ്ടെങ്കിൽ മീഡിയ വൈൻ്റെ അഡ്വർടൈസ്മെൻറ്റാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. പിന്നെ വരുന്നതാണ് മീഡിയ നെറ്റ് വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഇതാണ്. അവർക്ക് ഒരുപാട് നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് പോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. മീഡിയ നെറ്റ് പബ്ലിഷർ നെറ്റ്വർക്ക് ആയിട്ടുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ കമ്പനികളാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ നല്ല രീതിയിൽ ഷോ ചെയ്യുന്നൊരു വെബ്സൈറ്റാണ് മീഡിയ നെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്താൽ കിട്ടുന്നുണ്ട്. വെബ്സൈറ്റ് നോക്കുന്നവർക്ക് മീഡിയ നെറ്റ് നോക്കുക. നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഒരു സ്വഭാവവും പിന്നെ കയറുന്ന ആൾക്കാരുടെ റേഞ്ചും അവർ ഏറ്റവും കൂടുതൽ ഏത് സ്ഥലത്തു നിന്നാണ് കയറുന്നതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അതിനനുസരിച്ചിട്ട് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീഡിയ നെറ്റിന് $1 മുതൽ $5 വരെയാണ് ഗ്ലോബലി, അതായത് ഇന്ത്യയിലടക്കം കൊടുക്കുന്നത്. മിനിമം 1000 വ്യൂസിന് $1 അവരിപ്പോൾ പേ ഔട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിനിമം $1 മുതൽ $5 വരെയാണ് മീഡിയ നെറ്റിന് കൊടുക്കുന്നത്. ഇനി ടോപ്പ് 3 3 സാധനങ്ങളാണ്. അതിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ 3-ാം സ്ഥാനത്ത് ഞാൻ പറയാൻ പോകുന്നത് മോണറ്റാഗ്. നമ്മുടെ പോപ്പുലർ ആഡ്സിൻ്റെ മോണറ്റാഗാണ് ഏറ്റവും നല്ലൊരു വെബ്സൈറ്റാണ്. വളരെ എന്താ പറയുക എക്സിക്യൂട്ടായിട്ട് ചെയ്യുന്നൊരു വെബ്സൈറ്റ് നമുക്ക് പറയാം. മെയിൻലി ഇപ്പോൾ ഓപ്പണ്ടർ ആഡുകൾ, അതുപോലെ ഇറിസ്റ്റേൽ ആഡുകൾ, അതുപോലെ തന്നെ ബാനർ ആഡുകൾ, ഇവയൊക്കെയാണ് ഇപ്പോൾ മോണറ്റാഗ് കൊടുക്കുന്നത്. പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം പക്കയാണ്. പിന്നെന്താ പറയുക നമുക്ക് വെബ്സൈറ്റ് കൂടാണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ട്രാഫിക്കും ടെലഗ്രാം ചാനലും ആപ്പുകളും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് മോണറ്റാഗ്. എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. നിലവിൽ ഗ്ലോബലി അവൈലബിൾ ആയിട്ടുള്ളതിൽ ഒരു 5 പബ്ലിഷർ നെറ്റ്വർക്കുകൾ എടുത്താൽ നോക്കിയാൽ അതിൽ ഒരെണ്ണം വരുന്ന ഒന്നാണ് മോണറ്റാഗ്. ഞാൻ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ വ്യൂസ് കാര്യങ്ങൾ നോക്കി മോണറ്റാഗ് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ വരുന്ന ഒരെണ്ണമാണ് പോപ്പ് ആഡ്സ്. പോപ്പ് ആഡ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ വെബ്സൈറ്റിൽ ഒരാൾ കയറിപ്പോയാൽ പോലും, ഒരാൾ ജസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ പോലും അവരത് പോലും പിന്നെ പെർഫെക്റ്റായിട്ട് കൗണ്ട് ചെയ്ത് അതിന് നമുക്ക് റിട്ടേൺ തരുന്നൊരു പബ്ലിഷർ നെറ്റ്വർക്കാണ് പോപ്പാട്ട്. 100% സെക്യൂറബിളാണ്. നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യുക. നല്ല രീതിയിലുള്ള പരസ്യങ്ങൾ മാത്രമേ ഷോ ചെയ്യുള്ളൂ. അഡൽട്ട് പോലത്തെ കണ്ടൻറ്റ് വരുന്ന പരസ്യങ്ങൾ ഒരിക്കലും അവർ ഷോ ചെയ്യില്ല. നമുക്കതിൽ ഓപ്ഷൻ ഉണ്ട്. അഡൽട്ട് കണ്ടൻറ്റ് ഒരിക്കലും വരരുതെന്നുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈച്ച് ആൻഡ് എവരി ഒരു കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റിൽ കയറി ഒരു പരസ്യം കണ്ട് അത് കൃത്യമായിട്ട് അതിനകത്ത് കാണിക്കും. പോപ്പ് ആഡ്സ് ഇനി ഏറ്റവും നമ്പർ 1 ഞാൻ പറയുന്നത് പോപ്പ് ആഡ്സിൻ്റെ പേ ഔട്ട് നമുക്ക് നോക്കാം.
പോപ്പ് ആർട്സിൻ്റെ പേ ഔട്ട് ഇതിൽ കാണിക്കുന്നത് 0.10 ഫിൽസ് മുതൽ $4 വരെയാണ്. എന്ത് വന്നാലും ഇന്ത്യൻ ട്രാഫിക്കിൽ ആവറേജ് ഒരു മിനിമം ഒരു $2 മുകളിൽ 1000 വ്യൂസിന് കിട്ടും. അത് കൃത്യമാണ്. ഒരാളത് പോലും സ്കിപ്പാകും, അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്പർ 1 പബ്ലിഷർ നെറ്റ്വർക്ക് ഗൂഗിൾ ആഡ്സെൻസിൻ്റെ ആൾട്ടർനേറ്റീവ്സിൽ നമ്പർ 1 അത് പറയുന്നത് ആണ്. ആഡ്സ്ട്ര പൊതുവെ ഉപയോഗിക്കുന്നത് നമ്മുടെ പിക്ചർ അല്ലെങ്കിൽ ചിത്രം പോലുള്ള പരസ്യങ്ങൾ നൽകാനാണ്. നമുക്കൊരു പേജിൽ തന്നെ ഏകദേശം 8 മുതൽ 9 പരസ്യം വരെ കൊടുക്കാം. അപ്പോൾ ഒരാൾ നമ്മുടെ ഒരു പേജിൽ ഒരു വട്ടം കയറി കഴിഞ്ഞാൽ അതിന് ഒരു തവണ അതിൻ്റെ നമ്മൾ എത്ര പരസ്യമാണ് അതിൽ ഷോ ചെയ്യുന്നത് അതായിട്ട് കൂട്ടും. 10 പരസ്യം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 പേര് കയറി കഴിഞ്ഞാൽ നമുക്ക് 1000 വ്യൂസ് കിട്ടും. ആ രീതിയിലാണ് ആഡ്സ്ട്ര നെറ്റ്വർക്ക് വരുന്നത്. പിന്നെ CPM ബേസ്ഡ് ആണ്. അതിൻ്റെ ചെറിയ പോരായ്മകളുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ഏറ്റവും അടിയിലെ ഫൂട്ടർ ബാറിൻ്റെ ഭാഗത്തൊക്കെ ഫൂട്ടർ മെനുവിൻ്റെ താഴേക്കായിട്ട് ഒരുപാട് പരസ്യങ്ങൾ കൊടുക്കാം. കസ്റ്റമർ അത് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ആ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വ്യൂസായിട്ട് നമുക്ക് കൂട്ടുന്നുണ്ട്. ആ രീതിയിൽ ഏറ്റവും നല്ലൊരു പബ്ലിഷർ നെറ്റ്വർക്ക് ആയിട്ട് ഞാൻ പറയുന്നത് ആഡ്സ്ട്രയാണ്. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.